തമിഴ്നാട് മുഖ്യമന്ത്രി സി. ജോസഫ് വിജയും അദ്ദേഹത്തിന്റെ ഭാര്യയും തമ്മിലുള്ള വിവാഹമോചന ഹർജി കോടതിയിലാണ്. തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഭാര്യ സംഗീത വിവാഹമോചനത്തിനായി ചെങ്കൽപ്പേട്ട് കോടതിയെ സമീപിച്ച് വിവരം പുറത്തറിഞ്ഞത്. അതിനു പിന്നാലെ വിജയ്ക്ക് ഒരു നടിയുമായുള്ള ബന്ധമാണ് ഇതിന് കാരണമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നു. അതിനിടെ വിജയ്യുടെ പിറന്നാൾ ദിനത്തിലും മറ്റും തൃഷ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പല ചിത്രങ്ങളും ഗോസിപ്പുകൾക്ക് ഊർജം പകർന്നു. ഇരുവരും തമ്മിലുള്ള ബന്ധം പല ഗോസിപ്പ് കോളങ്ങൾക്കും കഥയായി മാറുകയായിരുന്നു. വിജയുമായി മക്കളായ ജോൺസൺ സഞ്ജയ്, ദിവ്യ താക്ഷ എന്നിവരും അകൽച്ചയിലാണെന്നുള്ള വാർത്തകളും പരന്നു. ദിവ്യ താക്ഷയുടെ ഗ്രാജുവേഷൻ സെറിമണിക്ക് വിജയ് പങ്കെടുത്തില്ല. പകരം സംഗീതയും ജോൺസണുമാണ് പങ്കെടുത്തത്. അച്ഛന്റെ അഭാവത്തിൽ അനുജത്തിയുടെയും അമ്മയുടെയും കാര്യങ്ങളെല്ലാം ജോൺസണാണ് നോക്കുന്നതെന്നായിരുന്നു പറഞ്ഞുകേട്ടിരുന്നത്. പിന്നാലെ വിജയ്യുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും സംഗീതയുടെയും മക്കളുടെയും അഭാവം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇതിനെല്ലാം പുറമെ ചടങ്ങിൽ മന്ത്രിയുടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമൊപ്പം തൃഷയുടെ സാന്നിധ്യം ഏറെ വിമർശിക്കപ്പെടുകയും ചെയ്തു. അതിനിടെയാണ് തൃഷയും ജോൺസൺ സഞ്ജയും ഒന്നിച്ചുള്ള ചിത്രമെന്ന അവകാശവാദത്തോടെ ഒരു ചിത്രം പുറത്തുവരുന്നത്. ജോൺസൺ സഞ്ജയ് ടീം എന്നവകാശപ്പെടുന്ന ഗ്രൂപ്പിൽ നിന്ന് ചിത്രം പങ്കുവച്ചത്. വളരെ പെട്ടെന്ന് ഇത് വൈറലായി. ആരാധകർ ഒന്നും നോക്കാതെ അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. ജോൺസൺ ചിത്രത്തിന്റെ ബ്ലാക്ക് ജീൻസും ലൈറ്റ് ബ്ലൂ ഷർട്ടും ധരിച്ചിട്ടുള്ളത്. തൃഷയാണെങ്കിൽ ബ്ലാക്ക് ജീൻസും ഡാർക്ക് ബ്ലൂ ഷർട്ടും. ഒറ്റ നോട്ടത്തിൽ താരങ്ങളുടെ ഒറിജിനൽ ചിത്രമാണെന്ന് തോന്നുമെങ്കിലും ഇത് AI നിർമ്മിതമാണെന്ന് വൈകാതെ തെളിഞ്ഞു. സിഗ്മ എന്ന താൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ തിരക്കുകളിലാണ് ജോൺസൺ ഇപ്പോൾ. തൃഷയുടെ ഏറ്റവും ഒടുവിലത്തെ റിലീസായ കറുപ്പ് തിയേറ്ററുകളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുകയാണ്.